അപ്പൊ നിന്റെ കയ്യിൽ നടക്കോ? ഞാൻ എന്നെ പിടിച്ചപ്പോൾ നിന്നെ കൂടായി വളം എടുക്കുന്നത് എങ്ങനെ വളവിടെ ഇവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് അങ്ങനെ പറയിട്ടാ അവിടെ ഇരിക്കും ചേച്ചിമാർ അവിടെ ഇരിക്കും അവിടെ ഇരുന്നു അങ്ങ് ഇപ്പോഴും തിരിച്ചിരിക്കണ്ട അപ്പൊ അമ്പലം നിറഞ്ഞേർന്നിരിക്കാനാ പറഞ്ഞത്. അമ്മനെ അറിയണ്ട അങ്ങനെയൊന്നും മുട്ടിക്കും. നീ ഏത് പണിയാ ഉദ്ദേശിച്ചത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനില്ലേ കഴിഞ്ഞ പോലെ കൊടുക്കലും പഠിച്ചിട്ട് പോയി കായലി മുക്കാൻ മേടിച്ച് പാളം കൊണ്ടുപോയി അതിന് 2 മണി കായലിൽ പോയി. അതാണ് അവൻ പറഞ്ഞത്. കടലിൽ താന്നാ അമ്പലത്തിൽ കണ്ണില്ലേടെ നാരങ്ങടെ വരുമ്പോ ഇറക്കണമുണ്ട്. ഈ പ്രായത്തിൽ നീ അവിടെ പോയി നോക്കിയ കുറച്ചും കൂടി ആകുമ്പോ നീ എവിടെ പോയി നോക്കുക? എന്താ പ്രാർത്ഥന? ഗായത്രി മന്ത്രം ചെല്ലാൻ വേണ്ടി നിൽക്കണം. ബീച്ചിക്കോട് അമ്മയ്ക്ക് ബീച്ചിക്കോട് എന്താ ഇത്ര ആരോഗ്യത്തോടു കൂടി ഞാനിവിടെ ഇരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കിട്ട് ഉസ്പും കിട്ടവനെ. ഒരാളെ കൊണ്ട് നേരെ പറയും മന്ത്രം ചെല്ലി ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ നിൽക്കുമ്പോ ഇസ്മായില് മുഹമ്മദ് അബ്ദുൽ കറീം അവരാണ് നിൽക്കുക കൂലി തരുന്നത്. ആരാണ് കൂലി തരുന്നത്? ഞാനല്ലേ കൂലി തരുന്നത്. നിന്റെ പണി എന്താണ്? ഫലം പോയാ ഓങ്കാളി കരിങ്കാളി 1/2 കിലോ തക്കാളി ഇവിടെ ഉപ്പം കൊണ്ടാക്കണ്ടായിരിക്കും. അത് തെറ്റിച്ചില്ലേ? ഞാനിപ്പോ കാര്യത്തിലെടുക്കുന്നത് കൊണ്ടാണിക്കട്ടെ. ഇനി എന്തെങ്കിലും പറഞ്ഞത് പുറ്റ പോലെ പൊന്തി പൊന്തി ഊതം പോലെ ഭൂമി ഭൂമി നിനക്ക് വന്ന ഇരണിക്കത് വേണം. നാളെ ഈ പരിസരത്തിൽ എന്നെ കണ്ടായിരിക്കും സ്ഥിതി. അവിടുത്തെ കമ്മിറ്റിക്കാരന്റെ വിവരം പറയുന്നു. പിണി ഒഴിഞ്ഞാൽ കിട്ടാണ്ടാണ് ചെക്കന്. ആ പ്രകാരം പാലപ്പടം വെക്കുന്നവരൊക്കെ വെച്ചോളെ, കൽപ്പണി ചെയ്യുന്നവരൊക്കെ ചോദിച്ചോളെ. അമ്മ അരിയിരിക്കാൻ പോകുന്നു. അമ്മന്റെ ഭരണി വന്നു. ഭരണി മാത്രമല്ല ചെമ്പും. എന്തിന് അവിടെ പോയി അരിയിരിക്കും കൊടുക്കലൂര്.